ദേവസഭയെപ്പോലും കാൽക്കീഴിലാക്കിയ ആ സ്വർഗീയ സൗന്ദര്യം, അതായിരുന്നു ഉർവശി. ഇന്ദ്രസദസ്സിലെ ഏറ്റവും മോഹിപ്പിക്കുന്ന ആ അപ്സരസിനെ സ്വന്തമാക്കാൻ ദേവന്മാർ പോലും കൊതിച്ചു. അമാനുഷിക ശക്തികൾ അവളെ ആരാധനയോടെ നോക്കി നിന്നു. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു ദേവനെയല്ല, മറിച്ച് ഭൂമിയിലെ അജയ്യനായ ഒരു വീരയോദ്ധാവിനെയാണ് അവൾ പ്രണയിച്ചത്. മഹാപരാക്രമിയായ പുരുരവസ് ചക്രവർത്തി, 3 ലോകങ്ങളിലും ഒരുപോലെ കീർത്തികേട്ട ധീരനായ ഭരണാധികാരി. ആ സിരകളിൽ പ്രണയം അഗ്നിയായി പടർന്നപ്പോൾ സ്വർഗത്തിലെ സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ച് അവൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പക്ഷേ കൂടെ ജീവിക്കാൻ അവൾ രാജാവിന് മുന്നിൽ കഠിനമായ 2 വ്യവസ്ഥകൾ വെച്ചു. എൻ്റെ ജീവനായ 2 ആട്ടിൻകുട്ടികളെ അന്ന് സ്വന്തം ചോര പോലെ സംരക്ഷിക്കണം. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലല്ലാതെ ഒരിക്കൽ പോലും അമ്മയെ ഞാൻ നഗ്നനായി കാണരുത്. ഈ വാക്കുകൾ തെറ്റിയാൽ ആ നിമിഷം ഞാൻ അപ്രത്യക്ഷയാകും. പ്രണയത്താൽ അന്ധനായ രാജാവ് ആ വ്യവസ്ഥകളെല്ലാം തലകുനിച്ച് സമ്മതിച്ചു. പിന്നീട് വർഷങ്ങളോളം അവർ അതീവ സന്തോഷത്തോടെ ഒന്നിച്ചു ജീവിച്ചു. തൻ്റെ പ്രണയം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും ഉർവശി എന്നേക്കുമായി തൻ്റേതു മാത്രമായിരിക്കുമെന്നും രാജാവ് ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ സ്വർഗത്തിൽ ദേവന്മാരുടെ ഉള്ളിൽ അസൂയയുടെ തീ പുകയുകയായിരുന്നു. ഉർവശിയുടെ അഭാവം അവരെ വല്ലാതെ അലട്ടി. അവളെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കാൻ അവർ ക്രൂരമായ ഒരു ചതിക്കളിക്ക് രൂപം നൽകി. അങ്ങനെ ഇരുളടഞ്ഞ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ആ പ്രണയിതാക്കൾ അഗാധമായ നിദ്രയിലാണ്. ആ സമയത്ത് ദേവന്മാർ ആ കെണിയൊരുക്കി. ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു? പുരുരവസിന് തൻ്റെ പ്രണയം നിലനിർത്താൻ കഴിഞ്ഞു? ഇതിൻ്റെ 2ാം ഭാഗത്തിനായി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യൂ.